10 വർഷം മുമ്പൊക്കെ മരിച്ചാൽ മതിയായിരുന്നു, ഇതൊന്നും കാണി കേൾക്കാൻ വേണ്ടായിരുന്നല്ലോ. അച്ഛമ്മ ടെൻഷൻ ആവണ്ട അച്ഛമ്മ. അച്ഛൻ മില്ല് കൊടുത്ത് കല്യാണം മുടങ്ങിക്കോളും. ഡേയ്, അവൻ വന്ന് കയറി ഉടനെ മില്ല് കൊടുക്കാൻ നീ പറഞ്ഞേക്കല്ലേ, ഞാൻ അവനെ വേറെ ബുദ്ധി ഉപദേശിച്ചോളാം. ഓ, വേറെ ബുദ്ധി നിങ്ങൾ അവന് വേറെ ബുദ്ധി ഒന്നും ഉപദേശിച്ചു കൊടുക്കണ്ട. അവനെ 45 വയസ്സുകാരെ കെട്ടുന്നുണ്ട്, അതിന്റെ ഒരേ ഒരു കാരണം നിങ്ങളാ. നിന്റെ കുഴപ്പം. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂട്ടിരുന്ന കാര്യം സംഭവിക്കാനുള്ള സംഭവിച്ചില്ലേ? ദേ വരുന്നുണ്ട്. ഡേയ്, ഇവിടെ വന്നാടേ. നീ കുടുംബക്കാരെ പറയിക്കോടേ. അത് എന്തുവാ, കോടീശ്വരനാ വേണ്ടി ഞാൻ ഇവിടെ എല്ലായിടത്തും അറിയിച്ചില്ലേ. എടാ മക്കളെ, അച്ഛൻ ദേഷ്യപ്പെടുകയാണെന്ന് നീ വിചാരിക്കല്ലേടാ. ഇല്ല, പറഞ്ഞു. ഇങ്ങനെയാണാടാ പ്രാന്ത കോടീശ്വരനാവുന്നത്. എടാ മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണ്ടടാ. ഡേയ്, ബിൽഗേറ്റ്സ് കോടീശ്വരനായത് വിൻഡോസ് കണ്ടുപിടിച്ചിട്ടാണ്, അല്ലാതെ തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതമായ ഒരു 45 വയസ്സുകാരെ കെട്ടിയിട്ടല്ല. എടാ നീ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒന്ന് പിന്മാറണം, എനിക്ക് വയ്യടാ. ഇനി നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ സുഭാഷിന് ചേച്ചിക്ക് വാക്ക് കൊടുത്തു പോയി. ചേച്ചിയാ? അയ്യേ, ഇതാണ് ഞാൻ പറഞ്ഞത്, 10 വർഷം മുമ്പൊക്കെ മരിച്ചാൽ മതിയായിരുന്നെന്ന്. എടേ സുമേഷേ, എടാ ഞാൻ നിനക്ക് മില്ലോ പുല്ലോ എന്ത് വേണോ തരാം, എന്നാലും നിന്റെ ഭാര്യയെ ചേച്ചി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. അത് ആവശ്യമുള്ള കാര്യം ചോദിച്ചപ്പോൾ തന്നെയൊന്നുമില്ലല്ലേ. ഇനിയിപ്പോൾ എനിക്ക് മില്ലൊന്നും വേണ്ട. നീ അങ്ങ് ക്ഷമിക്കടാ, ഇപ്പൊ എന്തായാലും അച്ഛൻ തരാന്ന് പറഞ്ഞല്ലോ. ഒരു രക്ഷയില്ല ചേട്ടത്തി. സുമേഷ് ഒരു പെണ്ണിന് വാക്ക് കൊടുത്ത് അറിയാലോ, ഒരു കാലെടുത്തും ചതിക്കത്തില്ല. അപ്പൊ നീ സുപ്രിയെ ചതിച്ചതോ? അത് സുപ്രിയയുടെ അച്ഛൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇനി എൻ്റെ ജീവിതം സുഭാഷിനി ചേച്ചിയുടെ കൂടെയും രമേശിൻ്റെ കൂടെ ആയിരിക്കും. രമേശാ? അതാര്? എൻ്റെ മോൻ സുമേഷ് രമേശ്, രമേശ് സുമേഷ്. അടിപൊളിയാടാ, അടിപൊളി. നിനക്കേ പറ്റൂ. അച്ഛാ, പുതിയൊരു ബുദ്ധി കൂടെ ഉപദേശിച്ചോട്. വേണ്ട, ഞാൻ നാളത്തോട്ട് പോട്ടെ. എൻ്റെ ചെറുക്കനെന്ന് വിളിക്കണേ, രമേശിന്. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ വായും വെച്ചോണ്ട് മിണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ പായലും കൃഷി ചെയ്ത് സന്തോഷമായിട്ട് നിന്നാണ്. അതാണ് ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞല്ലേ അവനൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാൻ. ഒരു കണക്കിന് ആലോചിച്ചാലേ ആ സ്ത്രീയുടെ പ്രായവും രമേശൻ എന്ന ചെറുക്കനെ മാറ്റി നിർത്തിയ ഇതൊരു നല്ല ബന്ധമല്ലേ? പൈസ പൈസ അച്ഛാ, ആ പൈസ കണ്ടിട്ട് അച്ഛൻ പനക്കോട്ട കെട്ടണ്ട. അതിൽ നിന്നൊരു 10ന്റെ പൈസ അച്ഛൻ കിട്ടൂല. അച്ഛൻ അവൻ എന്തെങ്കിലും ഒരു 10ന്റെ പൈസ കൊടുത്തിട്ടുണ്ടോ അച്ഛാ? എന്തെങ്കിലും ഒരു കാര്യത്തിന്? ഞാൻ അവന് മില്ല് കൊടുക്കാന്ന് വരെ പറഞ്ഞല്ലേ. മില്ല? ഒന്ന് മിണ്ടായിരിക്കണോ അച്ഛാ? എന്നല്ല അച്ഛൻ എങ്ങനെ തോന്നി അച്ഛാ? നല്ല ബന്ധമാണെന്ന് പറയാൻ അച്ഛൻ എങ്ങനെ തോന്നി? പറ. ഇടേ, ആ സുഭാഷിണി എന്ന സ്ത്രീയെയും രമേശൻ എന്ന ചെറുക്കനെയും നമ്മൾ കാണുന്നതിന് മുമ്പ് ഇങ്ങനെ വിധി എഴുതുന്നത് ശരിയല്ല കേട്ടോ. അച്ഛാ, അവൻ ചേച്ചി എന്ന് വിളിക്കണ കേൾക്കേണ്ടി വരൂലേ? അപ്പോൾ നീയേ ഈ ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചോണ്ടാ മതി. ഇങ്ങനെ. അച്ഛാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ ആ പെണ്ണുമ്പളെയും കൂട്ടിക്കൊണ്ട് ഈ പടിവാതിൽ കയറി വന്നോണ്ടല്ലോ, ആ നിമിഷം ഞാൻ എന്റെ പിള്ളേരെ വിളിച്ചോണ്ട് ഈ പുറകോസ്റ്റോടെ എന്റെ വീട്ടിൽ പോയി കളയും. ഓക്കെ മോളെ, നീ പോയി 2 ദിവസം നിന്നിട്ടൊക്കെ വന്നാൽ മതി. അപ്പോഴത്തേക്കും ഇവിടെ എല്ലാം കലങ്ങി തെളിയും. അച്ഛനപ്പ ഇപ്പൊ എന്താ സംഭവം തന്നെ? 75% സമ്മതമാണ്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ. അച്ഛൻ കൂടുതൽ നമ്പർ ഒന്നും ഇറക്കണ്ട. ഇത് കാശിന് വേണ്ടി സ്വന്തം മോനെ കുഴിയിലേക്ക് തള്ളിവിടുന്ന പരിപാടി എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അയ്യോ, ഞാൻ ചാടിച്ചൊന്നുമല്ല, അവ തനിയെ ചെന്ന് ചാടിയതല്ലേ. തനിയെ ചാടിയത് തന്നെ. നല്ല ബെസ്റ്റ് അച്ഛൻ. ആടാ, ഞാൻ നല്ല ബെസ്റ്റ് അച്ഛൻ തന്നെ. എടാ, മക്കളുടെ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് നല്ല ബെസ്റ്റ് അച്ഛൻ. ഞാൻ നല്ല ബെസ്റ്റ് അച്ഛനാ. ഇതൊക്കെ എന്തിനും ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? എനിക്ക് വേറെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. നല്ല ബെസ്റ്റ് ഫാമിലി. ഈ ജാതകത്തിലേക്ക് എന്തിരിക്കുന്നു രമേശ് മോനെ? മനസ്സിലമ്മ ഒന്നിച്ചാൽ പോരെ. പിന്നെ ശ്രീധരത്തിൻ്റെ ആയിരുന്നു ഞാൻ ചോദിക്കുന്നില്ല. സുഭാഷിനി ചേച്ചിക്കും രമേശ് മോനുള്ളത് എനിക്കുള്ളതല്ലേ. പിന്നെ സ്വാഭാവികമായിട്ടും എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതാണല്ലോ. മോൻ എന്തായാലും എന്നെ രണ്ടനച്ഛനായിട്ട് കാണേ വേണ്ട. അതിനൊരു കട്ട ചങ്കായിട്ട് ഉണ്ടാകും. നമുക്കെന്തായാലും പൊളിക്കാം. എടാ മോനെ, എൻ്റെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. മോൻ്റെ അപ്പൂപ്പൈ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ചെറുക്കാ, നീ എന്തുകൂടെ ഒരുമാതിരി കൊച്ചു പിള്ളേരോട് സംസാരിക്കുന്നില്ല, അവരോട് സംസാരിക്കുന്നത്? എടാ, രമേശ് മോനോട് അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. മക്കളെ തന്നോളം വളർന്നാലേ താനെന്ന് വിളിക്കണം കേട്ടോ. മോനെ സുമേഷേ, പിന്നെ നീ ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ പക്വതക്കുറവുകൊണ്ട് ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയി. നീ അതൊക്കെ വിട്ടുകളാ, മറന്നുകളാ. ഒരു നല്ല അച്ഛൻ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം. അച്ഛൻ എന്താ കളിയാക്കുവാന്നോ? അല്ലടാ, നിനക്ക് ഇഷ്ടമുള്ള നീ തിരഞ്ഞെടുത്ത ആളെ തന്നെ കല്യാണം കഴിക്കണം കേട്ടോ. ഒന്നുമല്ലെങ്കിൽ 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അനാഥനായി പോലും, അച്ഛനല്ലാതായി പോലും. എൻ്റെ മനസ്സ് വലിയ മനസ്സാടാ. നീ ചെയ്യുന്ന നല്ല പുണ്യപ്രവൃത്തിയാ. നീ ആ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴേ നിന്റെ കൂടെ ഞാൻ നിന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ അച്ഛൻ്റെ ഉള്ളിനുള്ളിൽ സ്നേഹം ഉണ്ട്. പിന്നെ അല്ലാതെ അങ്ങനെയൊക്കെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റൂടാ പൊന്നെ. പിന്നെ അവരുടെ ആസ്തിയെ കുറിച്ചൊക്കെ നീ അന്വേഷിച്ചായിരുന്നോ? അവരുടെ ആസ്തി വകകളെ കുറിച്ചൊക്കെ നീ അന്വേഷിച്ചായിരുന്നു? അവരുടെ സ്വത്ത് വകകളെ കുറിച്ചൊക്കെ നീ അന്വേഷിച്ചായിരുന്നു? പല ജില്ലകളിലായിട്ട് കുറെ വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അതൊക്കെ വിറ്റാ കുറെ കാശ് കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. എന്തായാലും വീട്ടിൽ 3-4 കാറുകളുണ്ടെന്ന് രമേശ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് അതറിച്ചാൽ മതി. എന്തായാലും നിനക്ക് കിട്ടുമല്ലോ. നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കും ഉള്ളതല്ലേ. എന്താ ഇങ്ങനെ? അല്ലടാ, ഞാൻ ഒരു പൊതു തത്വം പറഞ്ഞതല്ലേ ഉള്ളൂ. അല്ല, എനിക്ക് നിന്റെ ഭാര്യയുടെ കാശൊന്നും ഉണ്ട്. അയ്യേ, ഞാൻ അത്രക്കാരനൊന്നും അല്ലടാ.
പിന്നെ അവക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മരുമോളെന്ന നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരുമെന്നൊക്കെ പറഞ്ഞാലേ നിനക്ക് നോ പറയാൻ പറ്റൂലല്ലോ. നിന്നെക്കാൾ മൂത്തതല്ലേ. മൂത്താണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറയാം സുഭാഷ് ചേച്ചി കേൾക്കും. കേൾക്കണം. നിന്റെ കൺട്രോളിൽ വേണം കാര്യങ്ങൾ. കണ്ടറില്ല. അച്ഛമ്മ വിളിക്കുന്നു. എന്തിനാ? അങ്ങോട്ട് ചെല്ല്. ചെല്ലടാ, നിന്നെ അച്ഛമ്മ വിളിച്ചു. എന്തിനാ? നീ ചെല്ലങ്ങോട്ട് വിളിച്ചേട്ടില്ലേ? ചുമ്മാ അച്ഛനെ വിളിക്കുന്നു ചെല്ല്. ഞാനും വരണോ? ആ എന്നാ വന്നേക്കാം. വന്ന് വേറെ അച്ഛമ്മ അച്ഛനെ മോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആ ആ ആ. ഇവനോ വിവരമില്ലെന്ന് വിചാരിക്കാൻ നിങ്ങളുടെ കാര്യം വലിയ കഷ്ടമാട്ടോ. പൈസക്ക് വേണ്ടി പ്രായം കൂടുതലുള്ള പെണ്ണിനെ കൊണ്ട് മകനെ കെട്ടിക്കാന്ന് വെച്ചാ അതെ ഇത്രയും പറയാമെങ്കിൽ എനിക്ക് അയ്യേ എന്ന് പറയാനും അറിയാം കേട്ടോ. ചേടാ ഇതൊന്ന് പാട്. നിങ്ങളിതെല്ലാം മതിയാക്കിക്കോളി. ഇതെൻ്റെ വീടാണ്. ആര് കയറണം ആരിറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോടാ അച്ഛമ്മ. അച്ഛമ്മ എന്റെ സൈഡല്ലേ. ആ പിന്നെ അല്ലാതെ ആ കൊച്ചിനടുത്ത് എനിക്കൊന്ന് സംസാരിക്കണം. ആ ഫോണൊന്ന് ശരിയാക്കി താ. അച്ഛമ്മ ഇത് എന്ത് ഭാവിച്ചാ? എടാ എന്തുവാ പേരെന്ന് പറഞ്ഞത്? സുഭാഷിന്റെ ചേച്ചി. ആ സുഭാഷിണി എന്നാ പേര് കേട്ടോ. എന്തൊക്കെ കേൾക്കണോ? ഹലോ, സുഭാഷിണി അല്ലേ? ഞാൻ സുമേഷിൻ്റെ അച്ചമ്മയാണ്. അതെ അതെ അതെ. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞ് ചെറിയൊരു സംശയം ചോദിക്കാനാണ് ഞാൻ ഇപ്പം വിളിക്കുന്നത്. നിനക്ക് നാണോ ചേടി പെണ്ണേ? മോൻ്റെ പ്രായമുള്ള അടുത്തുള്ള കല്യാണം കഴിക്കേ? അച്ഛമ്മ ആ നീ മിണ്ടി പോകരുത്. അമ്മ, ആ സ്ത്രീക്ക് വിഷം വരും. വല്ല അസുഖമൊക്കെ ഉള്ളതായിരിക്കുവേ. അമ്മ ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ അതിന് സമാധാനം പറയരുത്. മിണ്ടരുത് മിണ്ടരുത്. ഓ നിനക്ക് നാണോ ഇല്ലെങ്കിൽ പോട്ടെ. നീ സുമേഷിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ? ഇനി പിന്നെ അവൻ ലോക ഫോടാണ്. നിനക്ക് അതിനെപ്പറ്റി അറിയാമോ? ഒരേ സമയത്ത് 12 പെൺപിള്ളേരെയാണ് അവൻ വഴിതെറ്റിക്കുന്നത്. അയ്യോ സുഭാഷിനി ചേച്ചി ചുമ്മാ പറയുന്നതാണ്. ഞാനൊരു പതിവ്രതനാ. ഒന്ന് മിണ്ടാടാ അവിടെ. അച്ഛമ്മ പറഞ്ഞ ഇങ്ങനെ വിളവിള സംസാരിക്കാൻ കാരണം സുഭാഷിണി പേരിട്ടെ. ഇനി മേലിൽ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ചെറുക്കനെ കാണാൻ വിളിച്ച നീ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ എൻ്റെ വായിന്ന് കേൾക്കും. എന്നൊക്കെ ശരിക്കും അറിഞ്ഞും കൂടാ. വെച്ചിട്ട് പടി മോനഞ്ഞൊന്ന്. ഇന്നെ കണ്ടി പ്രായമുള്ളവരെ പോയി കല്യാണം കഴിക്കാൻ പോടാ. ഇല്ല ഇല്ല ഇല്ല. ഇനി മേലാണ് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇല്ല ഇല്ല ഒരിക്കലും പോകത്തില്ല. ആ എന്നാ പോ. നീ വാ. ഞാനാ? വാങ്ങിച്ചോ. എന്താ അമ്മേ? എന്താ നീ പൈസക്ക് വേണ്ടിട്ട് നീ പ്രായമുള്ളവരെ കൊണ്ട് നിന്റെ മോനെ കല്യാണം കഴിപ്പിക്കണോ? ഇല്ല പറ്റിപ്പോയതാണമ്മേ. എങ്ങനെ പറ്റി? ഇല്ല ഇനിയൊന്നും ചെയ്യില്ല. ചെവിന്ന് വിടണമ്മ. അതൊക്കെ വെച്ചിട്ടുണ്ട്. പോയിട്ടോ. ഓ ഇപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്തൊക്കെയാണ് ചെറുക്ക നീ കാണിച്ചു കൂട്ടിയത്? അച്ഛാ കല്യാണം മുടങ്ങി സ്ഥിതിക്ക് ആ ബില്ലിങ് തരൂ. കല്യാണം ബില്ലൊന്നും തരാൻ പറ്റില്ല. അച്ഛാ എന്തോ അച്ഛാ പ്ലീസ് അച്ഛാ ഒന്ന് താച്ചാ. അച്ഛമ്മ ഒന്ന് പറ അച്ഛമ്മ. അത് എനിക്ക് അതിലൊന്നും ഞാൻ ഏർപ്പെടില്ല. നീ എന്നിട്ട് അച്ഛനോട് അങ്ങ് ചോദിച്ചോണ്ടോ? അതാണ് അച്ഛാ അമ്മ പറഞ്ഞ കേട്ടല്ലോ. ശരിയാവില്ല. അച്ഛാ നീ എഴുതി താത്ത. എന്തോ അച്ഛാ അങ്ങനെ പറയല്ലേ അച്ഛാ. ഒന്ന് താച്ചാ. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇവിടെ ഉള്ളതിനെ കൊണ്ട് സ്വൈര്യമില്ല. പിന്നെ അതിന് 45 വയസ്സായുള്ള ഒരു സ്ത്രീ അവളെ 25 വയസ്സായ മോനും കൂടെ. നീ എന്തിനാങ്ങനെ ഇരിക്കുന്നേ? അത് ശരിയാക്കി കൊടുത്തോടെ എല്ലാവർക്കും. ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? ഓ കേക്കത്തില്ലല്ലേ? അതല്ലേ അച്ഛമ്മ എടുത്ത് വിളിച്ചോണ്ട് വന്നേ. കുറച്ചുകൂടെ കിഴക്കകത്തുണ്ട് കാതിലിട്ട്. ഞാൻ പറഞ്ഞില്ല കിഴക്കി കൊടുക്കാൻ മോനെ. സുന്ദരി. അച്ഛാ എന്തുവാടാ? അച്ഛാ മില്ല് തരത്തില്ലെന്നറിയാം. ഇല്ലെന്തായാലും തരില്ല. നമുക്ക് കോടീശ്വരന്മാരാകാൻ പറ്റിയേ കിടിലൊരു ഒരു ഐഡിയ ഉണ്ട്. എന്താണ് ഇത്ര കിടില ഐഡിയ? അച്ഛൻ സുഭാഷിനി ചേച്ചിയെ കല്യാണം കഴിക്കണം. എന്താ? സുഭാഷിനി ചേച്ചിയെ കല്യാണം കഴിക്കണോന്ന്. നിങ്ങളാകുമ്പം ഏജ് ഡിഫറൻസ് ഒരു പ്രശ്നമല്ലല്ലോ. താല്പര്യമുണ്ടല്ലേ? ഉണ്ട്. അമ്മാ ഓടി അമ്മ അച്ഛൻ സുഭാഷിനി ചേച്ചി കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടേ അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഞാൻ എല്ലാം കേട്ടു. നിങ്ങൾ ഇന്ന് ഞാൻ കൊന്നിട്ടുള്ളൂ.